ഹായ് ഫ്രണ്ട്സ്, ബിൽഡക്കേഴ്സ് ഹോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെയുള്ള ഞങ്ങളുടെ വീഡിയോകൾക്ക് നിങ്ങൾ നൽകിയ പിന്തുണക്ക് സ്പെഷ്യൽ താങ്ക്സ് ടു എവ്രി വൺ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീടിന്റെ വിശേഷങ്ങൾ കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, ബിൽഡക്കേഴ്സ് ഹോമിന്റെ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് എടപ്പാളിൽ ഇസ്മായിൽ എന്ന് പറഞ്ഞ സുഹൃത്തിന്റെ വീട് 4 സെന്റിൽ മനോഹരമായ ഒരു വീടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തത്. ആ വീഡിയോയിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യത്തിന് യഥാർത്ഥ ഉത്തരം, ശരിയായ ഉത്തരം പറയുന്ന ആൾക്ക് ഒരു സമ്മാനം നമ്മൾ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സ്നേഹ സമ്മാനം. ആ സമ്മാനം ശരിയായ ഉത്തരം കമൻറ്റ് ചെയ്ത ആളുകളുടെ യൂസർ നെയിം വെച്ചിട്ടുള്ള ഒരു നറുക്കെടുപ്പാണ് നടത്താൻ പോകുന്നത്. അതിൽ നിന്നാണ് നമ്മൾ യഥാർത്ഥ വിജയെ കണ്ടെത്താൻ പോകുന്നത്. ചോദ്യം ഇതായിരുന്നു. അതിനകത്ത് നമ്മൾ ബിൽഡക്കേഴ്സ് നേരിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്. ആ ബ്രാൻഡിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശരിയായ ഉത്തരം ബെൽവിറ്റ് എന്നാണ്. അപ്പോൾ ഈ ബെൽവിറ്റ് എന്നുള്ള ശരിയായ ഉത്തരം പറഞ്ഞ ആളുകളിൽ നിന്നാണ് നമ്മൾ നറുക്കെടുപ്പിലൂടെ വിജയെ കണ്ടെത്താൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. ഈ വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ചോദ്യമുണ്ട്. അതിന് ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആൾക്ക് ഒരു സ്നേഹ സമ്മാനമുണ്ട്. നദീർ മാനു 4333 എന്ന് പറയുന്ന ഒരു യൂസർ നെയിം, നദീർ മാനു 4333 എന്ന് പറയുന്ന ഒരു യൂസർ നെയിമുള്ള ആൾക്കാണ് അതിൻ്റെ സമ്മാനം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നദീർ മാനു എത്രയും പെട്ടെന്ന് ഞങ്ങളെ കോൺടാക്ട് ചെയ്ത സമ്മാനം കളക്ട് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ നമ്മളുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലത്തിനടുത്തുള്ള വഞ്ചിപ്പുര എന്ന് പറയുന്ന സ്ഥലത്താണ്. വഞ്ചിപ്പുര എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ പ്രീമിയം ക്ലയന്റ് ഉണ്ട്, വൺ മിസ്റ്റർ സോണി ഗോപിനാഥ് പിന്നാക്ക ദമ്പതികളുടെ വീടിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ വീട് എന്ന് പറയുന്നത് നിങ്ങൾ ബാക്കിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ വിശാലമായിട്ടുള്ള ഒരു വീടാണിത്. 6000 എബോവ് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് ടോട്ടൽ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്. അതിനകത്ത് വളരെ മോഡേൺ ആയിട്ടുള്ള ആർക്കിടെക്ചറൽ കോൺസെപ്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ട് വളരെ കണ്ടംപററി ആയിട്ടുള്ള ഒരു വീടാണിത്. ഈ വീടിന്റെ ഡിസൈനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ബിൽഡക്കേഴ്സുമായിട്ട് ഏറ്റവും ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആർക്കിടെക്ചറൽ ഒരു ഫേം ആയിട്ടുള്ള ആർക്ലിങ്ക് ആണ്. ആർക്ലിങ്കിന്റെ സുധീർഖാന്റെ നേതൃത്വത്തിലാണ് ഇതിന്റെ ഡിസൈനിങ് മുതൽ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ മുതൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. നമുക്ക് ഇതിന്റെ പുറത്തുനിന്നുള്ള ലുക്ക് ആൻഡ് ആ ഫീലിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും ഇതിന്റെ എത്രത്തോളം മോഡേൺ ആയിട്ടുള്ള ഒരു വീടാണ് ഇത് എന്നുള്ളത്. ഈ ആർക്ലിങ്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഡീപ്പായിട്ട് റിസർച്ച് ചെയ്തിട്ട് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന കാര്യത്തിൽ, അതുപോലെ കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റിന് ഏറ്റവും നന്നായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഒരു സ്പെഷ്യാലിറ്റി തന്നെ അവർക്കുണ്ട്. അപ്പൊ ഏതായാലും ശരി, അവർ ഈ പറഞ്ഞ രീതിയിൽ അവരുടെ പെർഫെക്ഷനിസ്റ്റ് ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അത്രയും ഭംഗിയായിട്ട് വീട് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ വിശേഷങ്ങളിലൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം.
ഈ വീടിന്റെ വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടാൽ തന്നെ അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി നമുക്ക് മനസ്സിലാവും. ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു ലുക്കിലുള്ള വീടാണിത്. ഇതിന്റെ ലുക്കിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇതിനെ പുറത്ത് ഇത് വിശാലമായിട്ടുള്ള ഒരു യാർഡ് ഉണ്ട് ഇതിനകത്ത്. താഴെ ബാംഗ്ലൂർ സ്റ്റോൺ ഒക്കെ വിരിച്ചിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. രണ്ട് സൈഡിലും ഗ്രാസ് ഒക്കെ കൊടുത്തിട്ട് യാർഡ് വളരെ ഭംഗിയാക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആണ് ഇതിന്റെ പോർച്ച് ഏരിയ ഉള്ളത്. പോർച്ച് ഏരിയയിൽ നിന്ന് നേരെ ഇതിന്റെ സിറ്റ് ഔട്ടിലേക്കാണ് കയറുന്നത്. ഈ സിറ്റ് ഔട്ടിൽ ഇറ്റാലിയൻ മാർബിളാണ് കൊടുത്തിട്ടുള്ളത്. ത്രൂ ഔട്ട് ഇതിന്റെ ഫ്ലോറിംഗിൽ മെയിൻ ഫ്ലോറിംഗിൽ ഇറ്റാലിയൻ മാർബിളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇത് കൊടുത്തിട്ടാണ് ഈ ഒരു സ്റ്റെപ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി കൊണ്ടുവരുന്നതാണ് ഈ പറയുന്ന ഈ ഒരു ക്ലാഡിങ്, വാൾ ക്ലാഡിങ്, ഒരു റഫ് സ്റ്റോൺ ലുക്കിലുള്ള ഒരു വാൾ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. എൻറ്റയർ ലുക്ക് അതിനകത്ത് ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും ടോപ്പായിട്ട് ഡിസൈൻ ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഭംഗിയാക്കിയിട്ടുണ്ടത്. പിന്നെ ഈ ഒരു യാർഡിന്റെ ഒരു എക്സ്റ്റൻഷൻ 4 ഭാഗത്തേക്കും അതിന്റെ ഒരു വാക്ക് ഏരിയ ഒക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയാക്കിയിട്ട് മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ ഈ വീടിന്റെ ലെഫ്റ്റ് സൈഡാണ്. ഇതിപ്പോ ഇതിനകത്ത് പറയുമ്പോൾ ഈ യാർഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല, അതൊക്കെ ഭംഗിയായിട്ട് ത്രൂ ഔട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അബൌട്ട് 50 സെന്റ് പ്ലോട്ടാണ് ഇതുള്ളത്. 50 സെന്റാണ് ഏകദേശം സ്ഥലം ഉള്ളത്. ആ സ്ഥലത്തിനെ പൂർണ്ണമായിട്ട് യൂട്ടിലൈസ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു ഈ യാർഡ് ഗ്രാസ് കൊടുത്തിട്ടുള്ളതൊക്കെ കൊടുത്ത് അതിന്റെ പാത്വേ ഒക്കെ സെറ്റ് ആക്കിയിട്ട് ഇതിന്റെ മറ്റു സൈഡിലേക്ക് ഇതുപോലെ പാത്വേ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഇതൊരു എന്താ പറയാ, ആ ഒരു എൻറ്റയർ ഏരിയനെ ഒരു കംഫർട്ടബിൾ ലിവിങ് ചെയ്യാവുന്ന ഒരു സ്പേസ് ആക്കിയിട്ട് അതിനെ വളർത്തിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ വീടിന്റെ അകത്താണുള്ളത്. അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിവിശാലമായിട്ടുള്ളൊരു വീടാണിത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആർക്കിലിംഗ് സുധീർ ഖാന്റെ ടീമിന്റെ ആ ഒരു പെർഫെക്ഷന്റെ എല്ലാ സംഗതികളും കാണാം. ഏറ്റവും മോഡേൺ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇന്റീരിയർ എലമെന്റ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. കയറിയ കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ കിട്ടുന്നത് ഒരു ലിവിങ് ഏരിയ ആണ്. ഈ ലിവിങ് ഏരിയ ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും മനോഹരമായിട്ട് ഒരു വളരെ കോസി ആയിട്ടുള്ള സോഫ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വളരെ ഭംഗിയാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഏരിയ. പിന്നെ ഇതിനകത്ത് വീടിനകത്ത് നാച്ചുറൽ ലൈറ്റ് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സംഗതികളാണ് ചെയ്തിട്ടുള്ളത്. മാക്സിമം ഗ്ലാസ് ഡോർസ് അതുപോലെ തന്നെ ഓപ്പണിംഗ് ഏരിയാസ് ഒക്കെ വളരെ അധികം കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ ലൈറ്റ് എപ്പോഴും എല്ലാ സമയത്തും കിട്ടുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ലിവിങ് ഏരിയയുടെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു ഗ്രീനറി കാര്യം, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്റീരിയർ ഗ്രീനറി എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിലുള്ള കുറച്ച് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ആ ഒരു ഏരിയ. അതിനൊരു വേറെ തന്നെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് നീങ്ങിയാലാണ് ഇവിടുത്തെ മേലക്കുള്ള സ്റ്റെപ്പ് കാണുക. ഈ ഏരിയ ടോട്ടലി സ്റ്റെപ്പ് ഉള്ള ഈ ഗ്രീനറി ഉള്ള ഈ ഒരു ലിവിങ് ഏരിയയിലുള്ള ഈ ഏരിയ ടോട്ടൽ ഏരിയ ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അത് വളരെ ഭംഗിയായിട്ട് വളരെ വലിയ വിശാലത ഫീൽ ചെയ്യാനത് കാരണമാവുന്നുണ്ട്. ഇനി ഈ ഗ്രീനറി കഴിഞ്ഞ അടുത്തത് നമുക്ക് കിട്ടുന്നത് ഇവിടുത്തെ സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീൽ സ്ട്രക്ചർ കൊടുത്തിട്ട് വുഡൻ സ്റ്റെപ്പുകളൊക്കെ കൊടുത്ത് ഗ്ലാസ് കൊടുത്ത് വുഡൻ ഹാൻഡ് റെയിലൊക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ആ ഒരു സംഗതി. ആ സ്റ്റെപ്പിൽ പോകുന്നതിന് തൊട്ട് മുമ്പാണ് കൂടെ ഒരു ബെഡ്റൂം ഉള്ളത്. അത് സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇതിന്റെ ഒരു പാർട്ടീഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഈ ലിവിങ് ഏരിയയുടെയും ഡൈനിങ് ഏരിയയുടെ ഇടയിലുള്ള പാർട്ടീഷൻ. ആ പാർട്ടീഷൻ GI പൈപ്പിലൊക്കെ ചെയ്തിട്ട് GI സ്ക്വയർ പൈപ്പൊക്കെ ഉപയോഗിച്ച് ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ സാധാരണ കണ്ട് ശീലമില്ലാത്തൊരു പാർട്ടീഷനാണത്. അത് കഴിഞ്ഞാലാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ മൊത്തം ആംബിയൻസിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡൈനിങ് ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. അതിന് വളരെ മനോഹരമാക്കിയിട്ടുള്ള അതിൻ്റെ ചെയർസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഡൈനിങ് ഹാളിൻ്റെ തൊട്ടപ്പുറത്താണെങ്കിൽ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഓപ്പണിംഗ് ഉണ്ട്. പുറത്തേക്ക് ഒരു ഗ്ലാസ് ഡോർ ഉണ്ട് പുറത്തേക്ക്. അത് കർട്ടൺ ചെയ്തിട്ട് വളരെ മനോഹരമാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട്. ആ കോമൺ ടോയ്ലറ്റിൻ്റെ അവിടെ വാഷ് ബേസിനും ഉണ്ട്, അപ്പുറത്തതിൻ്റെ ഉള്ളിൽ ടോയ്ലറ്റും ഉണ്ട്. ഇനി ആ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ കിച്ചണിക്ക് ഡോർ കാണാം. അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാലാണ് ഇപ്പുറത്ത് നമ്മൾ ഈ ഡൈനിങ് ഏരിയയുടെ നേരെ ഇപ്പുറത്തായിട്ടാണ് ഇവിടെ ഒരു ഫാമിലി ലിവിങ് ഏരിയ എന്ന് വിളിക്കാവുന്ന ഒരു ഏരിയ ഉള്ളത്. അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സോഫ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അതിൻ്റെ അവിടെയാണ് നമ്മൾ TV അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ വാൾ പാനലിങ് TVയുടെ അവിടെ വാൾ പാനലൊക്കെ മനോഹരമാക്കി കൊടുത്തിട്ടുണ്ട്. ഈ വാൾ പാനലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നല്ല, മൊത്തത്തിൽ ഈ വീടിനകത്ത് വാൾ പാനലിങ് എല്ലാം ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആ TV കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലിവിങ് ഏരിയയുടെ അപ്പുറത്താണ് നമുക്കൊരു ഗ്ലാസ് ഡോർ ഉണ്ട്. ആ ഗ്ലാസ് ഡോർ തന്നെ എൻറ്റയർ ഏരിയ തുറന്നിട്ട് ടോട്ടൽ ഓപ്പണിങ് പുറത്തേക്ക് കൊണ്ടുവരാവുന്ന രീതിയിലുള്ളൊരു ഗ്ലാസ് ഡോർ ഏരിയ ആണത്. അത് വളരെ ഭംഗിയായിട്ട് കർട്ടനൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് എപ്പോൾ വലിയ ഇവന്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ മൊത്തം ഓപ്പൺ ആക്കിയിട്ട് സിംഗിൾ ഏരിയ ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് അതിൻ്റെ ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമുള്ളത്. അവിടെ വലിയൊരു ഗ്ലാസ് ഓപ്പണിംഗ് ആണുള്ളത്. അത് കഴിഞ്ഞാൽ നേരെ നമുക്ക് കാണാം അവിടെ പൂൾ ഏരിയ ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പാഷിയോ എന്ന് പറയാവുന്ന രീതിയിൽ ഉള്ളൊരു വലിയ പാഷിയോ എന്ന് വിളിക്കാവുന്ന ഒരു ഏരിയയാണ്. അവിടെയാണ് പൂള് കൊടുത്തിട്ടുള്ളത്. അവിടെ
ഭംഗിയുള്ളൊരു പൂളും അതിനൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുള്ള ഒരു ചെറിയൊരു വാക്ക് ഏരിയ, അപ്പുറത്ത് വുഡൻ ഫ്ലോർ, നാച്ചുറൽ വുഡ് ഉപയോഗിച്ചുള്ള വുഡൻ ഫ്ലോറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്ത് ഒരു മെറ്റൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു വലിയ ഒരു മേലക്കുള്ള ഒരു ഫെൻസിങ് ഏരിയ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ആണ് ഇതിന് നേരെ ഈ ഓപ്പണിംഗ് നേരെ തുറന്നു വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രയർ ഏരിയ എന്ന് വിളിക്കാവുന്ന ഒരു ഏരിയ ഉള്ളത്. ഒരു ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു അതിമനോഹരമായിട്ടൊരു വെങ്കല ശില്പം കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ വളരെ ഭംഗിയായിട്ട് അതിൻ്റെ ഒരു വാൾ പാനലിംഗ് ഒക്കെ ചെയ്തിട്ട് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഡിവൈൻ ഫീൽ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ വീട്ടിലെ കിച്ചനകത്താണുള്ളത്. ഈ കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു കിച്ചണാണ്. ഇതിനകത്ത് ഫ്ലോറിൽ 8x4 സൈസിലുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത് കോട്ട്സ് ആണ്. പിന്നെ ഇതിൻ്റെ ഈ സൈഡിൽ വാഷിംഗ് മെഷീനൊക്കെ കൂടിയിട്ടുള്ള കബോർഡ്സ് ഇതിൻ്റെ ഓപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വളരെ എല്ലാ കാര്യങ്ങളും വളരെ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള അതിൻ്റെ കബോർഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ കിഡിലായിട്ടുള്ളൊരു കിച്ചണാണ്. ഇപ്പം നമ്മളുള്ളത് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിലാണ്. വളരെ മനോഹരമായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. നമുക്ക് പുറത്ത് കണ്ട അതിൻ്റെ അതേ വൈബ് പിടിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് വാൾ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് ഒക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ റൂമിലെ പ്രത്യേകത എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്ലോർ വുഡൻ ഫ്ലോറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഈ വീടിനകത്ത് മൊത്തത്തിൽ ഈ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എലഗൻസ് കൊണ്ടുവരാവുന്നതൊക്കെ എല്ലാ ബെഡ്റൂമിലും കണ്ടാൽ മനസ്സിലാവും. എല്ലാ ബെഡ്റൂമുകളും കണ്ടു. ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മളെ ഇതിൻ്റെ ടോയ്ലറ്റിലേക്കുള്ള ബാത്റൂമിലേക്കുള്ള വഴിയാണിത്. വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സിങ് ഏരിയ ആണ് ഇവിടെ. വളരെ മനോഹരമായിട്ട് വളരെ വിശാലമായിട്ടുള്ള ഏരിയ ആണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് നമുക്കിവിടെ മിറർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പുറത്തേക്കുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ട്, നമ്മളെ യാർഡിലേക്കുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു പ്ലാന്റ് ഒക്കെ വെച്ചിട്ടൊരു ഭംഗിയായിട്ടുള്ള ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ ടോയ്ലറ്റിലേക്ക് എത്തുന്നത്. ടോയ്ലറ്റ് എത്തിക്കഴിഞ്ഞാൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സാധാരണ ടോയ്ലറ്റുകളിൽ കണ്ടുവരാത്ത രീതിയിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 8x4 സൈസിലുള്ള ടൈൽസാണ്. 8x4 ഫീറ്റ് സൈസിലുള്ള ടൈൽസാണ് ഈ ഇവിടുത്തെ പ്രധാനപ്പെട്ട ടോയ്ലറ്റുകളിലൊക്കെ യൂസ് ചെയ്തിട്ട്. അങ്ങനെ സാധാരണ ആ ഒരു സൈസിലുള്ള വലിയ സൈസിലുള്ളത് യൂസ് ചെയ്യാറില്ല. പിന്നെ ഇവിടെയാണെങ്കിൽ ഇതൊരു കാർവിംഗ് ഫിനിഷുള്ള ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇത് സൺഹാർട്ട് എന്ന് പറയുന്ന പ്രീമിയം ഒരു ബ്രാൻഡിന്റെ ടൈൽസാണ് ഇതിൻ്റെയൊക്കെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സാനിറ്ററി വേസ്റ്റ്, അതായത് വാഷ് ബേസിന് WC ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് വാൾഹെങ്ങാണ് ഇവിടെ ഉള്ളത്. അതൊക്കെ യൂസ് ചെയ്തിട്ട് ഗ്രോഹ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഗ്രോഹേൻ്റെ തന്നെയാണ് അതിൻ്റെ ഫോസറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഗ്രോഹേൻ്റെ തന്നെ ടാങ്കും അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലഷ് ബട്ടണൊക്കെ ഗ്രോഹേൻ്റെ തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ വെറ്റ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള തെർമോസ്റ്റാറ്റും കാര്യങ്ങളും ഫുൾ എൻറ്റയർ സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രോഹ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള ബ്രാൻഡിൻ്റെ തന്നെയാണ് ടോട്ടൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതേ പാറ്റേണിലാണ് ഇതിന് പ്രധാനപ്പെട്ട ടോയ്ലറ്റിലൊക്കെ ചെയ്തിട്ടുള്ളത്. എല്ലാ ടോയ്ലറ്റുകളും ഒന്ന് കണ്ടു. ഇപ്പൊ നമ്മളിതിന്റെ മേലത്തെ സ്റ്റെയറിലേക്ക് കയറുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ സ്റ്റീൽ സ്ട്രക്ചറിൽ വുഡൻ സ്റ്റെപ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള വുഡൻ ഹാൻഡ് റെയിലൊക്കെ കൊടുത്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്റ്റെയർ ആണിത്. ആ സ്റ്റെയർ കയറി വരുമ്പോൾ നമുക്ക് ബാക്കിൽ കാണുമ്പോൾ അറിയാം അതിന്റെ ഒരു വിശാലത. ഡബിൾ ഹൈറ്റ് ഏരിയ ആണ്. അപ്പുറത്ത് ഓപ്പൺ സ്പേസ്, എല്ലായിടത്തും നാച്ചുറൽ ആയിട്ട് വരുന്ന രീതിയിൽ ഓപ്പൺ ആയിട്ടുള്ള ഓപ്പണിങ്സ് ധാരാളം ഉണ്ട്. ഇതിന്റെ പെർഫെക്ഷൻ ഇതാണ്. നമ്മൾ ആർക്ക് ലിങ്കിന്റെ സുധീർ ഖാന്റെ ടീമിന്റെ ഒരു വർക്കിന്റെ പ്രത്യേകത പറഞ്ഞ ഈ ഒരു പെർഫെക്ഷൻ, ഈ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അപ്പൊ നമുക്ക് ഇതിലേക്ക് മേലക്ക് കയറി വന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ളത് 2 ബെഡ്റൂമുകളാണ് മേലത്തെ ഫ്ലോറിലുള്ളത്. പിന്നെ പുറത്തേക്കുള്ള ചെറിയൊരു ബാൽക്കണി ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതിന്റെ ബാക്കിലെ ഓപ്പൺ ടെറസിലേക്കുള്ള ഒരു ഡോർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വന്ന രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയാണുള്ളത്. അത് കഴിഞ്ഞ് വീണ്ടും പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫാമിലി ലിവിങ് ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഡോറുണ്ട്. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇതിൽ പുറത്തേക്ക് മനോഹരമായ ഒരു കാഴ്ചയാണുള്ളത്. അപ്പൊ ആ ഡോറ് തുറന്നാൽ നേരെ ഇങ്ങോട്ട് വരുന്നത് ഇവിടുത്തെ ഒരു ബാൽക്കണി എന്ന് പറഞ്ഞ ഭാഗത്തേക്കാണ്. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇത് നേരെ പോകുന്നത്, ഇതിന്റെ ഓപ്പണിംഗ് ഉള്ളത് താഴെ നമ്മൾ കാണിച്ച ആ വലിയ പാഷ്യോ ഏരിയയില്ലേ, നമ്മുടെ പൂളൊക്കെ ഉള്ള ആ ഒരു ഏരിയയിലേക്കാണ് ഇത് വരുന്നത്. ഇതിന് വളരെ മനോഹരമായ കാഴ്ചയാണ്. ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മേലത്തെ ഈ റൂമിൽ നിന്നകത്ത് ഇങ്ങോട്ട് വിസിബിലിറ്റി ഉണ്ട്. ആ കോമൺ ഹാളിൽ നിന്ന് ഇതിനകത്തേക്ക് ഓപ്പണിംഗ് ഉണ്ട്. താഴെയാണെങ്കിൽ താഴത്തെ കോമൺ ഹാളിൽ നിന്ന് ഫുൾ ഓപ്പൺ ആണ്, ഗ്ലാസ് ആണ്.
പിന്നെ കിച്ചണിൽ നിന്ന് അങ്ങോട്ട് വിഷ്വലുണ്ട്, അങ്ങോട്ട് ഒരു ഓപ്പണിംഗ് ഉണ്ട്. പിന്നെ ഈ സൈഡിലെ റൂമിൽ നിന്നും അങ്ങോട്ട് ഓപ്പണിംഗ് ഉണ്ട്. അങ്ങനെ ഒരു ഈ വീടിൻ്റെ ടോട്ടൽ എല്ലാ ഭാഗങ്ങളും കണക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അപ്പോൾ ഈ വീട് എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടുണ്ടാവുന്ന കരുതാണ്. വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന കരുതാണ്. ഈ വീടിൻ്റെ ഗൃഹനാഥൻ നമ്മളെ സോണി ഗോപിനാഥ്, അദ്ദേഹം ബഹ്റൈനിലാണുള്ള ബിസിനസ്സാണ് അവിടെ. പുള്ളിയുടെ വൈഫ് കുഞ്ഞാറ്റ, അതുപോലെ തന്നെ മകൻ മണികണ്ഠൻ, ശംഭു എന്ന് വിളിക്കുന്ന മണികണ്ഠൻ, ഇവർ രണ്ടുപേരാണ് നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നത്. നമുക്ക് അവരോട് ഈ വീടുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ വീട് വളരെ മനോഹരമായിട്ടുള്ള വീടാണ്, സംതിങ് സ്പെഷ്യലാണ്. ഞങ്ങൾ ഫുള്ള് കണ്ടു, വളരെയധികം ഇഷ്ടപ്പെട്ടു. കൺഗ്രാജുലേഷൻസ്. മറ്റൊരു കാര്യം, ഞങ്ങൾ ഇത്ര ഭംഗിയുള്ള ഇത്ര മനോഹരമായിട്ടുള്ള പ്രൊജക്റ്റുകൾ, അതിലേക്ക് കുറച്ച് മെറ്റീരിയൽസ് സപ്ലൈ ഉള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ ചങ്ങരംകുളത്ത് ബിൽഡേഴ്സ് എന്ന് പറഞ്ഞ നമ്മുടെ സ്ഥാപനത്തിന് നിങ്ങൾ തന്നു. അതിന് സ്പെഷ്യൽ താങ്ക്സ് ചെയ്യും. എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പീരിയൻസ്? അതുപോലെ തന്നെ ഞങ്ങൾ ആർക്കിലിങ്കിൻ്റെ സുധീർക്കാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് ഈ വീടിൻ്റെ കോൺസെപ്റ്റ്, ആ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മളായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? വീട് നമുക്കൊരു വലിയ സ്വപ്നമായിരുന്നു. ഒരു എന്താ പറയുക, ഒരു 10 വർഷമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു സ്വപ്നമായിരുന്നു വീട്. അത് ആർക്കിലിങ്ക് ഫേമിൻ്റെ ഓണറായിട്ടുള്ള ആർക്കിടെക്റ്റാണ് നമുക്ക് സുധീർ ആണ് നമുക്കിത് ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. ആൾ തന്നെയാണ് നമുക്ക് ഈ ബിൽഡേഴ്സ് സജസ്റ്റ് ചെയ്തത്. ഷോപ്പിൽ വരുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവരുടെ സർവീസും, പ്രത്യേകിച്ച് ഷഫീക്ക്, പിന്നെ അതേപോലെ തന്നെ കളക്ഷൻസിൽ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകണം എന്നുള്ളൊരു ഡൗട്ടേ നമ്മുടെ മനസ്സിലില്ലായിരുന്നു. മെറ്റീരിയൽസ്, നമുക്ക് വേണ്ട മെറ്റീരിയൽസ് എല്ലാം നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റി. ഞങ്ങൾ വളരെ ഹാപ്പിയാണ് അതിൽ. നിങ്ങൾ ഹാപ്പിയാണ്? അതെ, സാറ്റിസ്ഫൈഡ് ആണ്. അതെ. ഞങ്ങളെ വേറെ ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്? തീർച്ചയായിട്ടും. എന്തായാലും താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഗുഡ് വേർഡ്സ് അബൌട്ട് അസ്. നമുക്ക് ഇതാണ് ഈ വീടുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ. വീടും വീട്ടുകാരെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുന്ന കരുതാണ്. മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് അധികം വൈകാതെ കാണാം. അതിന് തൊട്ട് മുമ്പ് ഒറ്റ കാര്യം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതിൻ്റെ ഉത്തരം പറഞ്ഞ ആൾക്കൊരു സമ്മാനം നമ്മൾ ഈ വീഡിയോയുടെ ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ നമ്മളൊരു ചോദ്യം ചോദിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഈ വീടിനകത്ത് ഈ ടോയ്ലറ്റുകളെ കുറിച്ച് പറയുന്ന കൂട്ടത്തിലൊരു കാര്യം പറഞ്ഞിരുന്നു. നമ്മൾ വീട്ടിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ടൈൽസിൻ്റെ സൈസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സൈസ് എന്തായിരുന്നു എന്നുള്ളത് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഞങ്ങളൊരു സ്നേഹ സമ്മാനം നൽകുന്നതായിരിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വീടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുന്ന കരുതാണ്. മറ്റൊരു വീഡിയോയുമായി അധികം വൈകാതെ കാണാം. അതുവരേക്കും ബൈ ബൈ.